Who is your favorite actor? Lalaten. Oh, Lalaten. You are a Lalaten fan, huh? Yeah? പിങ്കിക്ക് പറ്റിയ ഭർത്താവ്, ഭർത്താവിന് പറ്റിയ ഭാര്യ. പറഞ്ഞാൽ ചിലപ്പോ മമ്മിക്ക് അറിയാം, അതുകൊണ്ട് ആണോ? ഞാൻ പറയുന്നില്ല. സ്വന്തം മോള് ചെയ്താലും ശരിയല്ലെങ്കിൽ ശരിയില്ലെന്നാണ് പറയുന്ന ആളാണ്. ഞെറിയോണം നനയൊക്കെയോ മനമെങ്ങോ ഒഴുകുകയോ. മമ്മി ഫോൺ കോളോ ആരുടെയോ ഡെത്തോ എന്തോ കേൾക്കേണ്ട വന്നിട്ടും മമ്മി പോയി ആക്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് ആ സിറ്റുവേഷൻ നെക്സ്റ്റ് ഷോട്ടാണ്. മമ്മീനെ തകർത്തിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ മദറിന്റെ ഒരു പാസ്റ്റ് മരിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമായിരിക്കുള്ളൂ. പഠിക്കുന്ന സമയത്തായിരുന്നു നല്ല പ്രോജക്ട്സുകളൊക്കെ വന്നിട്ടുള്ള. മമ്മി പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പം എൽസമ്മ എന്ന ആൺകുട്ടി, പിന്നെ അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. മാരേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയെ നമുക്കറിയാം. അപ്പം Yes. അതിൻ്റെ അകത്ത് ടാലൻസ് എന്ന് പറയുന്ന ഒരു ഗോഡ് ഗിവൺ ആണ്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ വേസ്റ്റ് ആക്കി കളയരുതെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ലൈഫ് ഇപ്പൊ പോകുന്ന അനുസരിച്ചിട്ട് കറന്റ്ലി അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. നമുക്ക് ആക്ടിങ് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നല്ല പ്രോജക്ട്സ് നമ്മുടെ ടൈമിൽ അനുസരിച്ച് വരുവാണെങ്കിൽ അത് ചെയ്യാൻ ഒരു കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആ സന്തോഷമുള്ളൂ. So, have you been to an interview before? No. No? This is your first time? Yeah. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. Hi, hello movie world viewers. Welcome to our show Mummy and Me. മലയാളികൾക്ക് എപ്പോഴും പറയും നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് രണ്ട് അമ്മമാരാണ് ഉള്ളത്. നമ്മളുടെ കവിയൂർ പൊന്നമ്മ മാമും അതുപോലെ നമ്മളുടെ സ്വന്തം പൊന്നമ്മ ബാബു. രണ്ടിലും അമ്മമാരുണ്ട്. അപ്പൊ അത്രയും സ്നേഹത്തോടെ അത്രയും സ്നേഹമുള്ളവരാണ് നമ്മളുടെ ഈ രണ്ട് അമ്മമാരും. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് മമ്മി ആൻഡ് മീയിലെ ആ മമ്മ ആൻഡ് ഫാമിലിയാണ്. സോ ലെറ്റ് മി വെൽക്കം പൊന്നമ്മ ബാബു. ചേച്ചി നമസ്കാരം. പിങ്കി, റോബിൻ ചേട്ടൻ ആൻഡ് നമ്മളുടെ സ്വീറ്റ് ഏഞ്ചലീന. ഹായ്. ഹായ്. ഹായ് ആൻഡ് വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇതിനു മുന്നേ ഹാവ് യു ബീൻ ടു ആൻ ഇന്റർവ്യൂ ബിഫോർ? No. No, this is your first time? Yeah. Alright, beautiful. അപ്പം ഓസ്ട്രേലിയയിലായതുകൊണ്ട് കുറച്ച് മലയാളം അറിയാം. ഞാൻ എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷും മലയാളമൊക്കെ വെച്ച് വിശദിക്കാനുള്ള തീരുമാനത്തിലാണ്. ചേച്ചിയുടെ ഒരു കരിയർ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മോർ ദാൻ 30 years ആയി ഇപ്പം മലയാള സിനിമയിൽ അല്ലേ? അപ്പം ഈ ഒരു ജേർണിയിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഫാമിലി? എനിക്ക് അത് കഴിഞ്ഞുള്ള എല്ലാം. ഫാമിലി ഫസ്റ്റ് എന്നാണ്. അതെ, ഫാമിലി ഫസ്റ്റ്. അത് കഴിഞ്ഞുള്ള എന്തും, സിനിമയായാലും സീരിയലായാലും നാടകമായാലും എന്റെ ഡാൻസ് ആയാലും എന്തായാലും എന്റെ ഫാമിലി കഴിഞ്ഞുള്ളൂ എല്ലാം. ഈ ഷോയ്ക്ക് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംസ് എപ്പോഴും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. അവരാണ് സ്റ്റാർ. പക്ഷെ ഇതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മളുടെ എന്താ പറയാ അവരുടെ കിഡ്സുമായിട്ടാണ്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം ഗ്രോയിങ് അപ്പ് ഇപ്പം ഒരു സ്റ്റാറിന്റെ മകളായിട്ട് അല്ലെങ്കിൽ മീൻസ് മകനായിട്ട് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോവാണെങ്കിൽ തന്നെ അപ്പൊ ആ ഒരു ക്രെഡിറ്റ് അത് നിങ്ങൾ എങ്ങനെ എൻജോയ് ചെയ്തേ? അത് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ അങ്ങനെ കുറെ പേര് വന്ന് പറയും മമ്മിയോട് പറയണം, അന്വേഷണം അറിയിക്കണം. അപ്പം ഞങ്ങൾക്ക് സന്തോഷമാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. സ്കൂളിലാണെങ്കിലും എല്ലാം ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തമാശയും ഒക്കെ ആയതുകൊണ്ട് ഓടി വന്ന് എല്ലാവരും വർത്താനം പറയും. പൊന്നുമ്മ ചേച്ചി നമ്മളൊരു അമ്മ ക്യാരക്ടറിൽ നമ്മൾ കാണുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പറയല്ലോ, അതായത് നമ്മൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു അമ്മയാണ് നമ്മള്. അപ്പൊ ഈ സ്പെഷ്യലി അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ പുറത്ത് ഔട്ട്സൈഡ് ആയതുകൊണ്ട് ഓസ്ട്രേലിയയിൽ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി, അവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റീസിനിടയ്ക്ക് പൊന്നുമ്മ ചേച്ചിയുടെ മോളാണെന്ന് പറയുമ്പോൾ ആ ഒരു റിയാക്ഷൻസ് എങ്ങനെയാ അവിടെ? അയ്യോ, ഒരു ഭയങ്കര റെസ്പെക്ട്ഫുൾ ആണ്. ഭയങ്കര സന്തോഷം. ഓടി വരും, മമ്മിയെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷണം അറിയിക്കണം എപ്പോഴും ചോദിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും മൂവി കണ്ടാൽ പറയും ഇത് കണ്ടേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ. അങ്ങനെ ഭയങ്കര വെൽക്കമിങ് ആണ് അവിടെ ആണെങ്കിലും. റൂബിൻ ചേട്ടൻ ഈ സംബഡി ഔട്ട്സൈഡ് ഫാമിലിയിൽ നിന്ന് നമ്മുടെ ഫാമിലി ആയ ഒരാളാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഫാമിലിയിലേക്കാണ്. ഇതൊരു എന്താ പറയുക, ഫുൾ കലാകുടുംബമാണ്. നാടകം, സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ? ഡെഫിനറ്റ്ലി നെർവസ് ആയിരുന്നു ആദ്യം. ലൈക്ക് നമുക്ക് തീർച്ചയായും മ്യൂസിക് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ആർട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് താല്പര്യമുള്ളതാണ്. അപ്പം ആ ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിൽ എല്ലാവരും അവരൊരു മേഖലയിൽ ഡിഫറെൻറ്റ് അവർ സ്കിൽസ് അല്ലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അവർക്കൊരു ആർട്ടിസ്റ്റിക് ലെഗസി എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവരുടെ ഫാമിലി ഞാൻ കണ്ടെടുത്തോളം.
അപ്പോൾ അതൊരു നമുക്ക് തീർച്ചയായും അതൊരു മോട്ടിവേഷനാണ്, ഒരു ഇൻസ്പിറേഷനാണ് നമുക്കും. ഇങ്ങനെ അതിനുശേഷമാണ് ഞാൻ കൂടുതൽ മൂവീസ് തീർച്ചയായും ഇപ്പോൾ വരുമ്പോഴും ഞങ്ങൾ ഡെയിലി ഒരു മൂവി എങ്ങനെയായാലും കാണും. ഇവിടെ ഇപ്പം ഒരു 2 weeks 3 weeks ഒക്കെ നാട്ടിൽ വരുമ്പം എങ്ങനെയായാലും അതിൻ്റെ അകത്ത് ലേറ്റസ്റ്റ് റിലീസുകൾ എപ്പോഴും കണ്ടിരിക്കും. അപ്പം അതൊക്കെ നമുക്കൊരു മൂവിയെ കുറിച്ച് കൂടുതൽ അറിയാനും അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം മുമ്പ് ചോദിച്ച പോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ അവിടെ പലരും നമ്മളോട് വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പം മമ്മി എപ്പോഴാ വരുന്നേ, വരാറുണ്ടോ, അതിനെ കുറിച്ച് വരുമ്പോ പറയണം, ഞങ്ങളെ വിളിക്കണം, പള്ളി വരണം, റിലേറ്റബിൾ അമ്മയുടെ ഒരു ഇതല്ലേ ഞാൻ പറഞ്ഞ പോലെ അല്ലേ. പിന്നെ തീർച്ചയായും അതൊരു മിക്സ്ചർ ഓഫ് ലൈക്ക് നമ്മുടെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പേരൻസ് എങ്ങനെയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പം കോമഡി ആയിക്കോട്ടെ, ദേഷ്യങ്ങളായിക്കോട്ടെ, അതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന ഒരു ക്യാരക്ടേഴ്സ് മമ്മി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു തീർച്ചയായും അതിന്റെ ഒരു ഇഷ്ടം ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. മമ്മ ഗ്രോയിങ് മമ്മയുടെ ചില വാശികളുണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നത് പല ഓഫേഴ്സ് വന്നിട്ടും ഇപ്പം മൂവി ആണെങ്കിലും മമ്മ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ ഒരു ജോബ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്ക് എന്താ സിനിമ ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത? മമ്മയുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, പൊന്നമ്മ ചേച്ചിയുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു തോന്നുന്നു, ഇവര് പഠിക്കണം, നല്ലൊരു ജോലി ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത്രയും നമുക്ക് കണക്ഷൻസ് ഉണ്ട്, എനിക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തുകൂടെ, ഒരു മൂവി ചെയ്തുകൂടെ, മൂവിയിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം നമ്മള് പഠിക്കുന്ന സമയത്തായിരുന്നു നല്ല പ്രോജക്ട്സുകളൊക്കെ വന്നിട്ടുള്ള. മമ്മി പറഞ്ഞു കേട്ട അറിവാണ്. ഇപ്പം എൽസമ്മ എന്ന ആൺകുട്ടി, പിന്നെ അങ്ങനെ കുറച്ച് പ്രോജക്ട്സ് നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം പഠിക്കേണ്ട സമയത്ത് പഠിത്തം തന്നെയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം 3 പേരും പഠിച്ചിറങ്ങി. പിന്നെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാനാണെങ്കിലും ഓക്കെ, കാരണം എപ്പോഴും ആർട്ട് നമുക്ക് ഉള്ളിലുണ്ട്. കൊച്ചിലേ മുതൽ നമ്മൾ കാണുന്നു, നാടകം തൊട്ട് നമ്മൾ കാണുന്നു, ഒരുങ്ങുന്ന മമ്മിയെ നമ്മൾ ബാക്ക് സ്റ്റേജിൽ പോയി നോക്കുന്നു. അപ്പം എസ്പെഷ്യലി നമ്മൾ ഗേൾ ആയതുകൊണ്ട് മമ്മി ഒരുങ്ങുന്നതും നമുക്ക് അപ്പോഴേ ഡ്രീം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ അത് ഉണ്ട്. അപ്പം ഞാൻ ഇപ്പൊ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആക്റ്റീവായിട്ട് ആർട്സിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു മിസ്സിങ് അങ്ങനെ വന്നിട്ടില്ല. എന്തെങ്കിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു പിന്നെ ഇതുപോലെ മൂവി എന്ന് പറയുന്നത് നമുക്ക് പറയുമല്ലോ, അത് അതിനൊരു ടൈമുണ്ട്, അത് വന്നു ചേരേണ്ടതാണെങ്കിൽ വരും. അപ്പൊ അത് ഞാനും ബിലീവ് ചെയ്യുന്നതാണ് ആ ഒരു കാര്യത്തിൽ. അപ്പം വന്നത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആണ്. അപ്പം പോയതിനെ പറ്റി ഞാൻ അങ്ങനെ ഒരിക്കലും മമ്മിയോട് പറഞ്ഞിട്ടില്ല, എന്നെ എന്താ വിടാതിരുന്നേ, ഒരിക്കലും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ നിൽക്കില്ല, അല്ലേ, ഒരു പൊസിഷനിൽ എത്തില്ല. പിന്നെ നമുക്ക് മൂവി എല്ലാവർക്കും റീച്ചബിൾ ആണ്. നമ്മൾ പരിശ്രമിച്ച് നമ്മൾ അതിന് സമയം കണ്ടെത്തി ചെയ്യുവാണെങ്കിൽ എപ്പോഴും നമ്മുടെ പ്രയോറിറ്റി മാറുന്നോണ്ടാണ് ഇപ്പം വരാത്തത്. അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്താൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോബിൻ പറഞ്ഞ ഇനി അഭിനയിച്ചിട്ടുണ്ടായി. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ നമ്മള് പുറകിലുണ്ടല്ലോ. ലോബിൻ പറഞ്ഞു മമ്മി നല്ല ക്യാരക്ടർ പിങ്കിക്ക് വരുവാണ്, നമ്മള് നല്ല ഹ്യൂമർ ചെയ്യും പിങ്കി, എല്ലാ ക്യാരക്ടറും ചെയ്യുവള്. അപ്പൊ അത് അവള് തന്നെ അവിടെ യൂട്യൂബ് ചാനൽ തന്നെ പിങ്കി റോബിൻ നടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇങ്ങനെ വരും. പിന്നെ ഏറ്റവും ഇഷ്ടം പറഞ്ഞ ഒരു ചാനലുണ്ട്, അതൊക്കെ അടിച്ചു നോക്കിയാൽ എല്ലാം ഓസി മല്ലു ഫാമിലി ആക്കിയായിരുന്നു. ഫാമിലി വന്നു കഴിഞ്ഞപ്പോ എല്ലാരും, കാരണം ഇന്ററാക്ഷൻ വരുമ്പോ എന്റെ പേര് അതൊക്കെ എല്ലാരും ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഓസി മല്ലു ഫാമിലി ആക്കി. അപ്പൊ സമയം കിട്ടുമ്പോ നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. കാരണം അത് ഇപ്പോഴും വിട്ടിട്ടില്ല. കാരണം എന്തേലും ഒക്കെ ചെയ്യാ, അല്ലെ, ഒരു പാർട്ടാകുക, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്ന ആ അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. അപ്പം ഇച്ചായന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്തില്ലെങ്കിൽ വഴക്കു പറയുന്ന ആളാ. ഇന്ന് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ, അപ്പൊ ഞാൻ അയ്യോ ഒന്ന് കുക്കിംഗ്. മാരേജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയെ നമുക്കറിയാം. അപ്പം അതിൻ്റെ അകത്ത് ടാലൻസ് എന്ന് പറയുന്ന ഒരു ഗോഡ് ഗിവൺ, അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാതെ വേസ്റ്റ് ആക്കി കളയരുതെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പണ്ടോട്ടെ എപ്പോഴും ഞാൻ പറഞ്ഞില്ല, അതിപ്പോ ഇവൻ വീഡിയോ മൂവീസ് അത് നമ്മൾ റീൽസ് എന്ത് വീഡിയോസ് ആണെങ്കിലും ആ ഒരു ഇപ്പം മമ്മി പറഞ്ഞല്ലോ ഹ്യൂമർ ഒക്കെ കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് ജഗതി അങ്കിളിന്റെ ഒക്കെ വീഡിയോസ് കാണുന്ന കാണാൻ ഭയങ്കര രസമാണ്. അത്
അപ്പൊ അതൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അവരെല്ലാം ചോദിക്കും പിന്നീട് പുതിയ നമ്മളോട് വന്ന് പറയാറുണ്ട്. അപ്പം അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വാങ്ങിത്തരും, ലൈറ്റോ ക്യാമറയോ എന്ത് വേണമെങ്കിലും. പിന്നെ അതൊക്കെ അവിടെ പൊടി തട്ടി ഇരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നില്ലേ എന്നുള്ളൊരു വിഷമം ആൾക്ക്. സമയം കിട്ടുന്ന ആൻജിയും അതിന്റെ അകത്ത് ഡാൻസ് ആണെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൻജിക്കാണെങ്കിലും. അങ്ങനെ Anji, will you sing a song for me? Yeah? Yeah? Sure. Ready? Which is your favorite song? Who is your favorite actor? Oh, Laletan. You are a Laletan fan, huh? Yeah? You watch all his movies? Yeah, kind of. Kind of all his movies. എമ്പുരാനെ കണ്ട് ഭയങ്കര ആ. ഫാനായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് Oh, this is ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ട് ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു എമ്പുരാന്. ഓ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. First day first show. അതെ, Oh, you're a തുടരും. Laletan fan. That's good. So, which song are you going to sing for me? Kada Tudaru. Oh, nice. Beautiful song. Can you sing it? All right, let's go. Nyeriyonam nanayo kayo manamengorugo kayo orakotam kadakalumai ilam katil edavariyan orukalam tirinam ചെറിതുവൽ ചിരിപകരം തലോരം താനെ കലതുരണം. Hey, super. Good job, Anji. This is dedicated to all Laletan fans. Yeah? ഫസ്റ്റ് മലയാളം സോങ് പഠിച്ചത് ഇതായിരുന്നു. പഠിച്ചത് ഇതായിരുന്നു. അങ്ങനെ പഠിച്ചതാ. ആഹാ. ഇച്ചായം പാടാൻ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ ഫേവറേറ്റ്. അപ്പം അപ്പൊ പാടിക്കൊണ്ട് ഒരാള് വന്നിട്ട് പഠിച്ചു. ആക്ച്വലി ആ വീഡിയോ കാണണം. അത് കാണുമ്പോൾ അതിന്റെ ഒരു ഭയങ്കര അതുമായിട്ട് കണക്ട് ചെയ്ത് പാടുന്ന പാട്ട്. പാടുന്നത് All right. അപ്പൊ ഇച്ചാനെ കൊണ്ട് നമുക്ക് പഠിക്കാം. ആ, മൂവിംഗ് ഫോർവേഡ് ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പഠിക്കും. അതെ. അപ്പൊ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. വാട്ട് എക്സാക്ട്ലി ഡു യു ഡു? നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? യുവർ സ്റ്റോറി എങ്ങനെയാണെന്ന് ബോത്ത് ഓഫ് യു. സിമ്പിൾ ആയിട്ട് ചാവറ മാട്രിമോണി. വളരെ സിമ്പിൾ. വെരി സിമ്പിൾ, സ്ട്രൈറ്റ് ഫോർവേഡ്. മാട്രിമോണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ദീപ്തി ചേച്ചിയും അവരും ഓസ്ട്രേലിയയിലുണ്ട്. അപ്പം പിന്നെ എന്റെ പേരൻസ് അവിടെ അവര് UK അപ്പൊ അവര് വിസിറ്റിന് വന്ന സമയത്ത് അങ്ങനെ ഈ അലയൻസ് അങ്ങനെ മാട്രിമോണി വന്ന് റിക്വസ്റ്റ് വന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ ഇങ്ങനെ സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പൊ ആ കറക്റ്റ് ടൈമില് അവിടെ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സിസ്റ്റർ കോണ്ടാക്ട് ചെയ്തു. പേരൻസ് ഞങ്ങൾ പോയി കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വന്നു, വിസിറ്റിന് വന്നായിരുന്നു. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇവരുടെ ഒരു ഗ്രോയിങ് അപ്പ് സ്റ്റേജിൽ ഞാൻ നോക്കാം. നമുക്ക് സ്പെഷ്യലി ആർട്ടിസ്റ്റ് ആവുമെന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ, നമ്മളുടെ PTA മീറ്റിങ്ങുകൾ, നമ്മളുടെ ഫാമിലി ഇപ്പൊ ഒക്കെ അമ്മേനപ്പം മിസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് അപ്പോൾ ഉള്ള ഒരു ഫീല്? അമ്മ വന്നില്ലല്ലോ, ആ ഒരു ഫീൽ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? ഞങ്ങള് ബോർഡിംഗ് സ്കൂളിലാണ് 3 പേരും പഠിച്ചത്. അപ്പം നമ്മുടെ പൊതുവെ ആരും വരാറില്ലായിരുന്നു PTA മീറ്റിങ്ങിന്. പിന്നെയും പപ്പയ്ക്കാണ് ഓടി വരാനായിട്ട് പറ്റിയിട്ടുള്ളത്. പക്ഷെ നമുക്കറിയാലോ മമ്മി വർക്കിലാ. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 3 പേർക്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മമ്മി എന്റെ ഡാൻസ് ഉണ്ട് ഒന്ന് കാണാൻ വരാൻ പറ്റുമോ, അതിനേ ഉള്ളൂ നമുക്ക് ലൈക്ക് വരാൻ പറ്റാത്ത വിഷമങ്ങള്. പിന്നെ PTA മീറ്റിങ്ങിന് വരാത്തതായിരിക്കും പപ്പ വന്നാ പിന്നെയും രക്ഷപ്പെടും, മമ്മി വന്നാ പഠിച്ചിട്ടില്ലെങ്കിൽ അതിനും കിട്ടും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല മെയിനായിട്ടും. പിന്നെ പപ്പ അത് ഒക്കെ ഓൾറെഡി വന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളെപ്പോ വീട്ടിൽ അവധിക്ക് വന്നാലും മമ്മി മേക്ക് ഷുവർ ചെയ്യും മമ്മി അവിടെ ഉണ്ടായിരിക്കും. ആ ഒരു സമയം മമ്മി ഞങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും തന്നിരിക്കും. അപ്പം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള മൊമെന്റ്സ്. കാരണം അവധിക്കാലം വരുമ്പോൾ എങ്ങനെയാണെങ്കിലും മമ്മി സമയം കണ്ടെത്തി വന്നിരിക്കും. അത് കുഞ്ഞിലേ മുതലേ തെറ്റിച്ചിട്ടില്ല. അപ്പം അത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഗ്രോയിങ് അപ്പ് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അമ്മയാണ്. സ്പെഷ്യലി അമ്മ എന്നറിയാം പെൺകുട്ടികളാണ്. അപ്പൊ നമ്മൾ ഭയങ്കര ഡിസിപ്ലിനിൽ വളർത്തേണ്ട അല്ലേ, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര കോൺഷ്യസ് ആണ് ആ ടൈമില് അമ്മമാര്. അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മ? 2 പേരും അല്ല,
അല്ല. അങ്ങനെയല്ല, ആ. ആവശ്യത്തിനുള്ള നമ്മൾ മര്യാദ പാലിക്കണം എന്നുള്ളത് കുഞ്ഞിലെ പോലെ ഒരു നോട്ടം മതി, നമ്മൾ നിൽക്കും. അതൊക്കെ ആ ഒരു മാനേഴ്സ് കീപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, രണ്ടുപേരും നന്നായിട്ട് ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നവരാ. ഈവൻ ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരിടത്ത് പോകാനോ അങ്ങനെയൊന്നും ഒരിക്കലും പേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ലക്കിയായിരുന്നു, 3 പേർക്കും ഇഷ്ടമുള്ളത് ചെയ്യാൻ. പഠിത്തം ആ ഒരു പ്രോപ്പർ വേയിൽ അവർ ലീഡ് ചെയ്ത് വിട്ടതല്ലാതെ, ഇപ്പൊ എനിക്ക് മൾട്ടിമീഡിയ ചെയ്യണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ അവർ പറഞ്ഞു തന്നു, ലൈക്ക് നിനക്കൊരു പ്രൊഫഷൻ ആദ്യം ലൈക്ക് ആവണമല്ലോ, നമുക്കൊരു ഉറപ്പുള്ള ഒരു പ്രൊഫഷൻ. അന്നത്തെ കാലത്താണ്, ഇന്ന് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് സാധ്യതകളുണ്ട്. അപ്പൊ അന്ന് മൾട്ടിമീഡിയ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇതെന്താവും എന്നുള്ളതൊന്നും ആർക്കും ഒരു പിടുത്തമില്ല. അപ്പൊ ഓക്കെ, അത് നിനക്ക് പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാലോ. അങ്ങനെ അപ്പോഴേക്കും അങ്ങനെ ഞങ്ങളെ വിട്ടുകൊണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ പറഞ്ഞു തന്നിട്ടുള്ളതല്ലാതെ നമ്മൾ ഒരു കാര്യത്തിൽ ഒരു റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾ എൻജോയ് ചെയ്ത്, അവർക്ക് അതായത് നമ്മളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമ്മളത് എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു സ്ട്രിക്റ്റ് മദർ ഒന്നും അല്ലായിരുന്നു. ഞാനിപ്പോ റോബിൻ ചേട്ടനോട് ചോദിക്കട്ടെ, കമ്മിങ് ടു ദിസ് ഫാമിലി, എന്താണ് വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ്സ് യു എൻജോയ്? നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു ബിഗ് ഇൻസ്പിറേഷൻ ആണ് പല കാര്യങ്ങൾക്കും. നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ഹ്യൂമർ കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ചുകൂടെ ലെസ് സീരിയസ്, മോർ ഫൺ, അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഞാൻ കൂടുതൽ അവരുടെ കൂടെ ഉള്ള ടൈംസ് ഒക്കെ എപ്പോഴും സ്റ്റോറി ടെല്ലിങ് അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിലേറ്റഡ് സ്റ്റോറീസിനെ കുറിച്ചായിരിക്കാം, അല്ലെ ക്യാരക്ടേഴ്സിനെ കുറിച്ചായിരിക്കാം. അപ്പോൾ അത് സംതിങ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. അത് നമുക്കും നമ്മളെ അഡ്മയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ആർട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടെ ഒക്കെ എപ്പോഴും നമ്മുടെ എന്താ പറയാ, ഞാൻ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്കില്ലാണ്. അത് നമുക്ക് ടാലന്റിന്റെ അകത്ത് നോക്കിയിടത്തോളം അത് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ ഫെർദർ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം അത് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം മൂവി ഫീൽഡിനെ കുറിച്ചാണെങ്കിലും ഇതൊക്കെ അറിയാന്ന് പറയുന്നത് വലിയൊരു ബെനിഫിറ്റ് ആയി തോന്നിയിട്ടുണ്ട്. അതിപ്പം കുഞ്ഞാണെങ്കിലും ഇപ്പം നമ്മളൊരു ഒരു പേരന്റ് ആയി കഴിയുമ്പോഴാണ് മോള് അവളെ ഇപ്പം ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതൊക്കെ ചെയ്യുമ്പം അതൊക്കെ നമുക്ക് അവൾക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഏരിയ ആണത്. നാളെ അതിലേക്ക് അവൾ എന്ത് ആവണമെങ്കിലും പോലും അതൊക്കെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പം അത് നമ്മൾ തീർച്ചയായും ഫാമിലിയുടെ ഒരു ഇത് തന്നെയാണ്. അപ്പം ഇപ്പം തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ മമ്മി അത് ചോദിക്കുകയും ചെയ്ത്, നമ്മൾ പഠിക്കുന്നുണ്ടോ, പാട്ട് പഠിക്കുന്നുണ്ടോ, ഡാൻസിന്റെ ആയിരിക്കും ഓസ്ട്രേലിയ, അപ്പം അതെല്ലാം ചെയ്യുന്നുണ്ട്. അതെ, എന്തായാലും ആ ഒരു ബ്ലഡ് ഗ്ലാസ് ആരോ ഉണ്ടാവുമല്ലോ. നമ്മുടെ കുടുംബത്തിൽ എന്നാ പിങ്കിക്ക് പറ്റിയ ഭർത്താവിന് പറ്റിയ പിന്നെ ഭാര്യ, അതുപോലെ മൂത്ത മോടെ ഹസ്ബൻഡും അവർക്ക് പറ്റിയ ഭർത്താവ്, അവർക്ക് പറ്റിയ ജെയിംസിന് പറ്റിയ ഭാര്യ. ദൈവം അനുഗ്രഹിച്ച നമുക്ക് അങ്ങനെ ദൈവം ഒത്തു തന്നു നമുക്ക്. അതിന് ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നേ. അവരെല്ലാം മനസ്സിലാക്കി പരസ്പരം ഭയങ്കര സപ്പോർട്ടാണ്. അതാണല്ലോ വേണ്ടത്. അതുകൊണ്ട് പിങ്കി ഭയങ്കര ഭാഗ്യവതിയാ, എന്റെ മൂത്ത പോലും ഭയങ്കര ഭാഗ്യവതിയാ. ഞാനിപ്പോ ദീപ് ചേച്ചിയുടെ നമ്മൾ ഈ ഒരു ഇൻസിഡന്റിൽ നമ്മൾ എന്തായാലും പറയേണ്ടതാണ് ആ ഷോർട്ട് ഫിലിം വേൾപൂളിനെ കുറിച്ച്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ട് അല്ലേ അവിടുത്തെ ആർട്ടിസ്റ്റുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിച്ച ഒരു മൂവിയാണ്. അപ്പൊ ഷോർട്ട് മൂവിയാണ്. അപ്പൊ വിഷ്വൽ ട്രീറ്റ് ആണ് അത്. അവിടുത്തെ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ച് അങ്ങനെ ചെയ്തെടുക്കുക ഒട്ടും ഈസിയുള്ള കാര്യമല്ല. അതിനെ കൂടെ അത് റിസർച്ച് ചെയ്ത് അതിന്റെ ഒരു മൂവിക്ക് എടുക്കേണ്ട എഫേർട്ടിലാണ് ഒരു ഷോർട്ട് ഫിലിം എടുത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ്സ് ആണെങ്കിലും എന്റെ വർക്ക് ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറയുന്നത് അതുപോലെ എഫേർട്ട് ഒരു ഹോളിവുഡ് ക്വാളിറ്റി, അവിടുത്തെ പ്രൊഡക്ഷൻ എല്ലാ റെസ്ട്രിക്ഷൻസ് എല്ലാം വെച്ച് തന്നെ ഒരു ഹോളിവുഡ് ക്വാളിറ്റിയിൽ എടുക്കാൻ തന്നെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ഇപ്പൊ യൂട്യൂബിൽ നമ്മളത് യൂട്യൂബിലുണ്ട് വേൾപൂള്. അതെല്ലാരും പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്, എല്ലാരും അത് മാക്സിമം ടിവിയിൽ കണക്ട് ചെയ്തിട്ട് കാണുക. അപ്പൊ അതിന്റെ മ്യൂസിക്കും ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഹോം തിയേറ്ററിലോ അല്ലെങ്കിൽ ടിവിയിലോ ഒക്കെ അത് കണക്ട് ചെയ്ത് കാണുവാണെങ്കിൽ അത് നല്ലതായിട്ട് എല്ലാം നമുക്ക് കിട്ടും. കാരണം അധികം സമയമില്ല, 20 മിനിറ്റ് അല്ലേ ഉള്ളൂ. അതിന്റെ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ മനസ്സിലാവും. അത് തന്നെയല്ല മലയാളം ഇത് കൊടുത്തിട്ടുമുണ്ട്.
മനസ്സിലാകാത്തവർക്ക് Subtitle. സബ്ജക്റ്റ് മലയാളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മളങ്ങോട്ട് അതും കൂടുതൽ പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടാ. ചില വിചാരിക്കും ഇംഗ്ലീഷ് അല്ലേ ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കില്ല, അതെങ്ങനെയാ കാണാൻ പറ്റുകയെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ മലയാളം കൊടുത്തു. അപ്പൊ അത് സബ്ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അടി മലയാളം വരും. അപ്പൊ ഈസി ആയിട്ട് അവർക്ക് കഥ മനസ്സിലാക്കാൻ പറ്റും. കണ്ടവരൊക്കെ നല്ല അഭിപ്രായം, നല്ല എല്ലാവരും ഒരാൾ ഇന്ന് വരെ ഒരു മോശം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യൂട്യൂബില് കാണുക. വേൾപൂൾ വളരെ എഫേർട്ട് എടുത്ത് അവിടുത്തെ പ്രൊഡക്ഷനും അവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച് ചെയ്ത ഒരു ഷോർട്ട് മൂവിയാണ്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? അത് എന്നാ കാണാൻ പറയുന്ന വെച്ചാൽ അത് നമ്മുടെ ഇവിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ ഇവിടെയായിരുന്നു. അപ്പൊ അവള് നമ്മുടെ കേരളത്തെ മറന്നിട്ടില്ല. അവള് പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെ കൊണ്ടുവന്ന് ലിജു പ്രഭാകർ കളറിങ് മ്യൂസിക് ഒക്കെ ഇവിടെ പുതിയ ആൾക്കാരെ ഏൽപ്പിച്ച് അവള് തന്നെ കണ്ടുപിടിച്ച് എല്ലാം ചെയ്തിരിക്കുന്ന. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എല്ലാരോടും ഇവിടുത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇവിടെയായിരുന്നു. ഷൂട്ട് അവിടെയാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ഇന്ത്യ, ഓസ്ട്രേലിയ, അങ്ങനെ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് അവളത് ആ മൂവി ചെയ്തേക്കുന്നു. ഞാൻ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് പോയപ്പോഴും ഒക്കെ നമ്മൾ അതിനെപ്പറ്റി എൻ്റെ ഒരു വാല്യൂം വിലയൊക്കെ ഞാൻ അറിഞ്ഞതാ. ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിഞ്ഞതാ. ഒരു ഇന്റർനാഷണൽ ഫിലിമിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒരു ഫെസ്റ്റിവലിന്റെ ഫിലിം പോയാലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം പോയാലും അവിടെ കിട്ടുന്ന അതൊരു ഭയങ്കര, അത് പറഞ്ഞാൽ അത് അറിയത്തില്ല. നമ്മളെ ആൾക്കാർ പറയേ ഇത് അങ്ങോട്ട് സ്വന്തം മോളെ ആയതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചില്ല. സ്വന്തം മോള് ചെയ്താലും ശരിയല്ലെങ്കിൽ ശരിയില്ലെന്ന് തന്നെ പറയുന്ന ആളാണ്. അതൊക്കെ വേറെ മാറി എന്തുവാണ് ഇത് കൊള്ളത്തില്ലെന്ന് ഞാൻ പറയുള്ളൂ. അത് ചേച്ചിയാണെങ്കിലും പറഞ്ഞു ആദ്യം ഷോർട്ട് ഫിലിം ചെയ്യാന്ന്. ഇവിടെ ഷോർട്ട് ഫിലിം ചെയ്തതിന് എന്തിനാണ് ഇത്രയും ബഹളം? കാരണം മമ്മിക്ക് അത് എത്രമാത്രം എഫേർട്ട് അതിന്റെ പറയുന്നില്ല. അപ്പൊ പിന്നെ ഔട്ട്കം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോയി. കാരണം അവളെല്ലാം വിളിച്ച് ഷോർട്ട് ഫിലിം ചെയ്യാൻ പോവാ. ചെയ്തോ, ഞങ്ങൾ ഇന്ത്യ വരുവാ. ഇവളെന്തിനാ ഇന്ത്യ പോരെ? ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിന് നമുക്ക് എന്താണ് ഇത്ര ബഹളം? ജെയിംസ് എന്തിനാ, അതെ ചേട്ടായി അച്ഛൻ എന്തിനാണ് ഇത്രയും എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവുന്നത്? പക്ഷെ ഔട്ട്കം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പരിപാടിയല്ല. ഞെട്ടിപ്പോയി പറഞ്ഞാ അതൊരു പറഞ്ഞാ അത് നമ്മളത് അനുഭവിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പറയുന്നത്. അതിന്റെ മോനായാലും ഭയങ്കര സപ്പോർട്ടീവാണ്. അവൾക്ക് എനിക്കൊരു മോനുള്ളത്. അവനെ ഒരു എന്താ പറയണേ, അവളോടൊപ്പം നിന്ന് അവൾക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്ന് പെങ്ങന്മാർക്കും അയ്യന്മാർക്കും ഒക്കെ സപ്പോർട്ടായിട്ട് പോകുന്ന ഒരു മകനാണ് എനിക്കുള്ളത്, മാത്യു. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. വീട്ടിനുള്ളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ക്രിറ്റിസിസം. അത് എല്ലാവരും ഒരേപോലെയാണ്. പപ്പ ആയിക്കോട്ടെ, എല്ലാവർക്കും ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഇവർക്ക് ഒരു വിഷൻ അറിയാലോ, ഒരു പ്രൊഡക്റ്റ് ജഡ്ജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിപ്പോ ചേച്ചിയുടെ ഇത്രയും ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിലും ഇപ്പൊ ബാബു സാറിന്റെ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു നാളെ എക്സ്പീരിയൻസ് ഇത് ജഡ്ജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവരെ ഇംപ്രസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും പാട്. ലൈക്ക് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ഞങ്ങൾ ആസ് എ കിഡ് പറയുകയാണ്, ഒരു ഫാമിലിയില് ലൈക്ക് നമുക്ക് പുറത്തുള്ളവർ ചിലപ്പം അതിന് മുന്നേ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ മമ്മി അതാ പറഞ്ഞ ചേച്ചി ചെയ്ത ആ വർക്ക് അത്ര ഇംപ്രസ്ഡ് ആയതുകൊണ്ടാണ് മമ്മി അത് പറയുന്നത്. അല്ലെങ്കിൽ മമ്മി അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ മനസ്സിൽ വെക്കത്തുള്ളൂ ഞാൻ. കുഴപ്പമില്ല, അങ്ങനെ വെക്കുള്ളൂ ഞാൻ. അധികം അങ്ങനെ പറയില്ല. അവര് നന്നായി വരട്ടെ, അവര് നന്നായി വരട്ടെ, കൊള്ളാം, എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, മനസ്സിൽ സന്തോഷമാ, അടിപൊളി ഇടും എന്ന് പറയും. പക്ഷെ ഞാൻ അത്രയും അത് അങ്ങനെ അങ്ങോട്ട് കാണിക്കാറില്ല. പക്ഷെ ഇത് ഞാൻ സത്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ എന്ത് പറയുമ്പോ അത് പ്രേക്ഷകര മൂവി കണ്ടാലാവുന്ന അവർക്കത് മനസ്സിലാവും. പിന്നെ ആസ് എ മദർ മമ്മി അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുവാണല്ലോ, മോള് ചെയ്ത ഒരു വർക്ക് എല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന. അപ്പൊ ആ ഫീലിംഗ് ആണ് മമ്മി പറയാൻ ഉദ്ദേശിച്ചത്. ആ ഒരു മദർ ഫീൽ ഉണ്ടല്ലോ, ലൈക്ക് ഓ എന്റെ മോള്, അല്ലെങ്കിൽ സിബി സാർ പറയുന്നു, മമ്മി ആരാധിച്ച ഡയറക്ടേഴ്സ് അവര് മമ്മിയുടെ ജോഷി സാറൊക്കെ വർക്ക് നല്ലതാന്ന് പറയുമ്പോ മമ്മിക്ക് അതിപ്പരം ഒരു അവാർഡ് കിട്ടിയ ഒരു തുല്യമാണ് മമ്മിക്ക്. അതാണ് അതിന്റെ സന്തോഷം. അങ്ങനെയാണെങ്കിൽ ഈ 3 മക്കൾ, ഞാൻ ഇത് ചേച്ചിയോടാണ്, ഈ 3 മക്കളില് ചേച്ചിയുടെ ക്യാരക്ടേഴ്സ്, അതായത് ഇപ്പൊ നമ്മളുടെ ഒരു റെപ്ലിക്ക ആണെന്ന് തോന്നിയത് ആരില്ല? 3 പേർക്കും ഉണ്ട്. ആണോ? ഒരാൾക്കല്ല, 3 പേർക്കും ഉണ്ട്. 3 പേർക്കും ഉണ്ട്. ഒരാളെ എടുത്തു പറയാൻ പറ്റത്തില്ല. മൂത്തവക്കുണ്ട്, പിന്നെ നടക്കത്തവനുണ്ട്, ഇളയ ഇവൾക്ക് ബുക്കുണ്ട്. എല്ലാവരും വിചാരം ഇവളാണ് രണ്ടാമത്തെ, ഇവളാണ് ഞങ്ങളുടെ കൊച്ച ഇളയതാ. മോനാണ് അടുക്കുള്ളത്.
ഈ ചേച്ചി ഇപ്പൊ ഇവർക്ക് സിനിമയിൽ നിന്ന് ഓഫർ എടുക്കുന്നത് ഇപ്പൊ ആക്ച്വലി പിങ്ക് ചേച്ചി 2 വർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇനിയുള്ള ഒരു ഫ്യൂച്ചർ? ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദീപ്തി ചേച്ചി ഡെഫിനറ്റ് ആയിട്ടും ഇനിയിപ്പോ ഡയറക്ഷൻ ആ ഒരു പാർട്ടിലേക്ക് നോക്കാനുള്ള അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന വിധത്തിലാണല്ലോ ഈ ഷോർട്ട് മൂവി ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പാത്തിലേക്കാണ്. അപ്പൊ ഞങ്ങള് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഒബ്വിയസ്ലി അത് ഏറ്റവും നന്നായി ഹാൻഡിൽ ചെയ്യുന്ന പൊന്നമ്മ ചേച്ചി തന്നെ പറഞ്ഞു കോമഡിക്ക് നല്ല ടൈമിംഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്? ലൈഫ് ഇപ്പൊ പോകുന്ന അനുസരിച്ചിട്ട് കറന്റ്ലി അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നു. നമുക്ക് ആക്ടിങ് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി നല്ല പ്രോജക്ട്സ് നമ്മുടെ ടൈമിൽ അനുസരിച്ച് വരുവാണെങ്കിൽ അത് ചെയ്യാൻ ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ സന്തോഷമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആക്റ്റീവായിട്ട് ഇരിക്കുക, എന്താണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ നല്ല അവസരങ്ങൾ വന്നാൽ ചെയ്യും ഭാവിയിൽ. അതിന് കട്ട സപ്പോർട്ട് ഉള്ള ഒരാളാണ് കൂടെ സപ്പോർട്ട്. അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു റോബിൻ ചേട്ടൻ ഒരു സോങ് ആയല്ലോ നമുക്ക്. മൈ ഫേവറേറ്റ് അതാണ് ആൻജു പാടിയത്. ഞാൻ പഠിച്ചോണ്ടിരുന്നപ്പോഴാണ് ആൻജു പഠിച്ചെടുത്തത് ആ പാട്ട് തന്നെ. ഡാഡിസ് gonna sing the മിഴിയോരം. മിഴിയോരം നനയുകയോ മനമെങ്ങോ ഒഴുകുകയോ ഒരു കൂട്ടം കഥകളുമായി ഇളം കാറ്റിൻ ഇടവഴിയിൽ. ഞാൻ പിങ്കി ചോദിക്കട്ടെ, അമ്മയിൽ നിന്നുള്ള വാട്ട് ഇസ് ദാറ്റ് ഒരു ഇൻസ്പയറിംഗ് തിങ് എന്തായിരിക്കും അമ്മയുടെ ഒരു ക്യാരക്ടർ? മമ്മി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാ മദേഴ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണ്. ഇപ്പം മക്കളുടെ കാര്യത്തിന് എന്തിനും മമ്മി മുന്നിലുണ്ടായിരിക്കും. അത് എത്ര വേദനയാണെങ്കിലും എന്താണെങ്കിലും മമ്മി അത് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടൈം കണ്ടെത്തി വരാനുള്ള, മമ്മിയെ പോലെ തിരക്കായിട്ടൊരാൾ ഞങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തി വരിക എന്നുള്ളത് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പം നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ടായിരിക്കും രാവിലെ തുടങ്ങും അപ്പം കറി എന്താ വെച്ചാൽ അതൊന്നും ഒരു മടിയില്ലാതെ മമ്മി ചെയ്തിട്ടുണ്ട്. പിന്നെ വെരി പങ്ക്ച്വലാണ് മമ്മി. ഇന്ന് ഇച്ചിരി ലേറ്റായി, പക്ഷെ ആളുടെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെ ലേറ്റായിട്ട് എത്തുന്ന ഒരു പ്രകൃതം ഇല്ല. അപ്പം ഫാമിലി എപ്പോഴും ഒരുമിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം ബ്രദർ സിസ്റ്റർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് കുഞ്ഞിലേ മുതലേ മമ്മി പറഞ്ഞു തരുന്ന ഒരു ഇതായിരുന്നു. അപ്പം ഫാമിലി ബോണ്ടിങ് ഭയങ്കരമായിട്ടും മമ്മി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എല്ലാവരായിട്ടും പോണം എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് അത് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കുറച്ചും കൂടി ഒരു ഇമോഷണൽ ക്വസ്റ്റ്യനാ. ലാസ്റ്റ് അമ്മ ഭയങ്കര വിഷമിച്ചിരിക്കുന്നത് കണ്ടത് എപ്പോഴാ? മമ്മി അങ്ങനെയൊന്നും വിഷമം കാണിക്കില്ല. പറഞ്ഞാൽ ചിലപ്പോ മമ്മിക്ക് അറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എനിക്കറിയാം വിഷമിച്ചിരിക്കുന്ന എന്റെ മകൻ പെണ്ണ് കെട്ടുന്നില്ല. അതിപ്പോഴും ചിരിച്ചല്ലേ പറയുന്നത്. അല്ല, അതൊന്നും മമ്മി ഓഫ് കോഴ്സ് ആ വിഷമം എന്തായാലും ഉണ്ടാവും. പക്ഷെ മമ്മി അങ്ങനെ തകരുന്ന ഒരാളല്ല. വിൽ പവർ ഭയങ്കരമാണ് മമ്മി. ചില ഇൻസിഡൻസിൽ സിറ്റുവേഷനിൽ വലിയൊരു ഇമോഷണൽ ഒരു പ്രാവശ്യം മമ്മിക്ക് ഇങ്ങനെ ഒരു മമ്മി ഫോൺ കോൾ ആരോ ഡെത്തോ എന്തോ കേൾക്കേണ്ട വന്നിട്ടും മമ്മി പോയി ആക്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് ആ സിറ്റുവേഷൻ നെക്സ്റ്റ് ഷോട്ടാണ്. അത് അത്രയും വലിയൊരു ഡയലോഗുള്ള ഒരു ഷോട്ട് മമ്മി അത് തീർത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. കാരണം മമ്മി ആ ഒരു സ്വിച്ച് ഭയങ്കരമായിട്ടും ചെയ്യും. അപ്പൊ മമ്മി അത്രയും മോഡേൺ ഒരു അമ്മയൊന്നും അല്ല, ബട്ട് മമ്മിക്ക് ആ ഒരു ബാലൻസ് ഭയങ്കരമാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഉത്തരവാദിത്വം ഇതാണ്. അപ്പം ആ ഒരു ഇതിൽ മാറിയിട്ട് ആളത് ചെയ്ത് തീർത്തിട്ടേ വരത്തുള്ളൂ. അപ്പം മമ്മീനെ തകർത്തിട്ടുണ്ടെങ്കിൽ മമ്മിയുടെ മദറിന്റെ ഒരു പാസ്റ്റ് മരിച്ചു പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ മാത്രമായിരിക്കുള്ളൂ. അല്ലാതെ മമ്മി ഒരിക്കലും ലൈക്ക് വെരി സ്ട്രോങ് പേഴ്സൺ ആണ്. വിഷമമുണ്ടേ തന്നെ മമ്മി അത് പിന്നെ അത് മമ്മി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. മമ്മി അതിനെ ഈസി ആയിട്ട് ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാൻ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മമ്മി ഒട്ടും കാണിക്കത്ത് പോലും ഇല്ല അങ്ങനെ. പക്ഷെ ആ ഒരൊറ്റ ഫാക്ടർ അല്ലാതെ മമ്മീനെ ഒന്നും തകർക്കാൻ
അങ്ങനെ ഇച്ചിരി പാടാ. ആള് കുറച്ച് സ്ട്രോങ് ഇച്ചിരി മുറ്റ അക്കാര്യത്തില് മനക്കെട്ടി ലൈക്ക് വെരി സ്ട്രോങ്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.